ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ റൈസ്, പപ്പടം. ഈ വലിയ ബോർഡ് വെച്ച് നമ്മൾ ഡൽഹി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളിങ്ങനെ ഡൽഹി ഇറങ്ങിയാട്ടോ. ഹായ്, മേക്ക് ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡൽഹിയിലേക്ക് പോവാണ്. ഡൽഹി വഴി മണാലി ട്രിപ്പാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് സീരീസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ണൂർ എയർപോർട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 6:20 രാവിലെ 6:20 കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഡൽഹി പോകും. ഡൽഹി എത്തിയതിനു ശേഷം നമ്മൾ വൈകുന്നേരമാണ് നമുക്ക് കാശ്മീർ ടിക്കറ്റിൽ നിന്ന് വോൾവോ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ വോൾവോ ബസ് കയറിയിട്ട് മണാലിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊരു 2-3 എപ്പിസോഡായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടൂർ സംഭവമായിരിക്കും. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ എയർപോർട്ടിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അൻവിയോടെ ഉണ്ട്, അഞ്ചോടെ ഉണ്ട്. 3 നമ്മൾ ബോർഡിങ് ചെയ്യുകയാണ്. ഫ്ലൈറ്റ് ഇപ്പോൾ 6:20 5:35 ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ബോർഡിങ് പാസ്. കണ്ടോ, നമ്മൾ 6D6EF3 ഇതാണ് സീറ്റ്. കണ്ടോ, ഇൻഡിഗോ ഫ്ലൈറ്റാണ്. ഓക്കെ, കിട്ടിയില്ല. നമ്മൾ ഡൽഹിയിലേക്ക് പോകാം. ഇപ്പോൾ ഡൽഹി എത്തുമ്പോൾ ഏകദേശം 9:20 3 മണിക്കൂർ ട്രാവലുണ്ട്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് കയറാം. ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിൽ ആകെ ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. ആടാ, ഇതാ ഫ്ലൈറ്റ്. പ്ലെയിനെത്തി. നമ്മൾ പ്ലെയിനിൽ കയറുന്നത് ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് ആണെന്ന് ഇനി ഇതാ. ആ കയറിക്കോ. ഫ്ലൈറ്റിൽ നമ്മൾ കാലുത്തിരിക്കുകയാണ്. നമ്മൾ ഫ്ലൈറ്റ് കയറി. അൻവയാണ് വിൻഡോ സീറ്റ് ഇരിക്കുന്നത്. കള്ള പപ്പേൻ്റെ സീറ്റ് അൻവ അടിച്ചു മാറ്റി. Your life with warmth and happiness. So sit back, relax, and let the magic of Christmas lift you higher. Have a wonderful and delightful Christmas. Thank you. നമ്മൾ ഡൽഹി എത്തിയണ്ട. ഇതാണ് കണക്ടിവിറ്റി ബസ്സാണ്. ടെർമിനലിലേക്ക് പോകാനുള്ള ടെർമിനൽ 2ലേക്ക് പോകേണ്ട കണക്ടിവിറ്റി ബസ്. വെൽക്കം ടു ഡൽഹി. ചെറിയ മഞ്ഞുണ്ട് കേട്ടോ. ഇപ്പോൾ 12 ഡിഗ്രി സെൽഷ്യസ് ഇപ്പം നിൽക്കുന്നു. അതെ, ഡൽഹി എത്തിയല്ലോ. ഇങ്ങനെ പറഞ്ഞാൽ ഡൽഹി എത്തി ഇതാ. നമ്മളിപ്പോൾ ബാഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കണ്ണൂരിൻ്റെ ഫ്ലൈറ്റിൻ്റെ ബെൽറ്റ് 6ലാണ് ബാഗേജ് വരുന്നത്. ഇതിൻ്റെ അകത്തെല്ലാം മഞ്ഞ് വന്നിട്ട് ചെറിയൊരു പുക പോലെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഡൽഹിയിൽ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നമുക്ക് ഇവിടുന്ന് ടാക്സി സർവീസിനും ഉബർ ടാക്സിയും ഷട്ടിൽ ബസ് മറ്റുള്ള ഇത് ടെർമിനൽ 2 തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാ സംഭവങ്ങളും നമുക്കുണ്ട്. പിന്നെ നമ്മളിവിടെ ജസ്റ്റ് നോക്കിയിട്ട് ഇവിടെ ഡൽഹി ട്രാഫിക് പോലീസിൻ്റെ ഫ്രീ ഫയർ ടാക്സി ഉണ്ട്. പിന്നെ ഒരു ATM കൗണ്ടർ ഉണ്ട്. പിന്നെ ഒരു ടേസ്റ്റ് ഓഫ് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ടാക്സി കയറാമെന്ന് വെച്ചിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഉബറിൽ ഇവിടെ തന്നെ നമുക്ക് ഡൽഹി എയർപോർട്ട് വരികയാണെങ്കിൽ, കണ്ണൂരിൽ നിന്ന് ഡൽഹി വരികയാണെങ്കിൽ നമുക്ക് ഉബർ തന്നെ ഇവിടുന്ന് ഉബർ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഉബർ ബുക്ക് ചെയ്യാവുന്നതാണ്.
ഇവിടുന്ന് 1 മിനിറ്റ് ഡിസ്റ്റൻസാണ് ഡ്രൈവർ ഇത് കാണിക്കുന്നത്. ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ എന്തായാലും ഉബർ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, ആ ഹോട്ടലിലേക്ക് പോകുന്നതാണ്. ലെജൻഡറി, അതായത് ന്യൂ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഈ ഹോട്ടലുള്ളത്. അപ്പോൾ ആ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മളെ സാധനം വന്നിട്ടുണ്ട് ഇതാ വെച്ചാൽ നമ്മളെ വട വന്ന് അൻവേ വട എന്ന് പറഞ്ഞാൽ നല്ല ചൂട് വട ഏതാ തിന്നോ. നമ്മുടെ ഇഡ്ഡലി നല്ല ചൂട് ഇഡ്ഡലിയാ മതി, അടിപൊളി ഇഡ്ഡലിയാന്നുണ്ടല്ലോ, കണ്ടിട്ട് നല്ല ചൂട് ഇഡ്ഡലിയോ. ഇനി വേറെ ഒന്നും പറഞ്ഞോ ഇല്ലല്ലോ, ഒരു സെറ്റൊന്നും പറഞ്ഞോണ്ടല്ലോ. ഉപ്മാവ്, ഒരു ഉപ്മാവും കൂടെ മാറ്റുണ്ട്. കഴിച്ചാ ഞാൻ കഴിച്ചോടാ. അപ്പോൾ നമ്മൾ ഫുള്ള് ഡൽഹി ലുക്കായി, മൊത്തത്തിൽ ഡൽഹി ലുക്കിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അടുത്ത ലഗേജ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളില്ല മൂന്ന് സെറ്റ് ഫുഡ് മേടിച്ചെടുത്ത് നമുക്കൊരു കോഫി ഒരു ഓഫറായിട്ട് തന്നിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു. ഇതാണ് നമ്മളെ ആ ചെറിയ ഹോട്ടൽ. ഡൽഹിയിൽ വന്നപാട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അതിന് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഒരുപാട് എന്താ പറയുക, ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമ്മൾ വൈകുന്നേരമാണ് മണാലിയിലേക്ക് പോകുന്നത്. അതായത് കാശ്മീരി ഗേറ്റിൽ നിന്ന് നമ്മൾ മണാലി ബസ്, വോൾവോ ബസ് ഉണ്ട്, അവിടെ കയറിയിട്ട് മണാലിയിലേക്ക് പോകും. അതുപോലെ നമ്മളൊരു ഹോട്ടൽ രാവിലെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഇവിടെ ഇല്ലേ മറ്റേ ഊബർ പിക്കപ്പ് സോൺ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മുടെ ഊബർ ആപ്ലിക്കേഷനിൽ ടെർമിനൽ 2 ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലൊക്കേഷനിൽ ഊബർ ടാക്സി വരും. ഇതാണ് ആ ഡിപ്പാർച്ചർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ പാട് തന്നെ. ഇവിടെ കുറേ ടാക്സി സർവീസുകളുണ്ട്, പക്ഷേ ഉബറാണ് ലാഭം. 500 രൂപ ആയിട്ടുള്ളൂ. പുള്ളി അപ്പോൾ തന്നെ എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു ഞാൻ ആ ലൊക്കേഷൻ അപ്പം പുള്ളി ഇപ്പോൾ വരുന്നതായിരിക്കും. ഒരു OTP ഉണ്ട്, ആ OTP പറഞ്ഞു കൊടുക്കണം. ഇതാണ് ഇവിടുത്തെ സംഭവം. നമ്മളെ ഡ്രൈവർ ഏട്ടൻ വന്നിട്ടാണ്. ഇതാണ് ഊബറിൻ്റെ പിക്കപ്പ് ലൊക്കേഷൻ. ഇതാണ് നമ്മൾ ഡ്രൈവർ ഏട്ടൻ വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. പൊളി അടിപൊളിയാണ്. ഡൽഹി ഒന്നാടെ തന്നെ ഡൽഹി വൈബ് പൊളിച്ചു തകർത്തു. വരണ്ട എത്രയാ ടാക്സികൾ. അൽവേ ഡൽഹി എത്തി, തുമാറ ഗർ വീടെത്തി, വീട്. നമ്മളിപ്പോൾ ഊബറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ട, ഡൽഹിൻ്റെ മെയിൻ റോഡാണ്. ഇപ്പോഴും ഇങ്ങനെ വെൽക്കം ടു ഡൽഹി എന്ന് പറഞ്ഞിട്ട് കാണാണ്ടോ ബോർഡാണ്. ഡൽഹിയിലെ ലോക്കൽ വൈബ് കണ്ടോ, മറ്റേ റിക്ഷ ഡ്രൈവേഴ്സ്. നമുക്ക് നമ്മളിപ്പോൾ എടുത്ത റൂം എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ, ന്യൂ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്, ഡൽഹി റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ഈ റൂമുള്ളത്. അടുത്ത് നമ്മുടെ കാശ്മീർ ഗേറ്റിലേക്ക് ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത്. നിങ്ങൾ ഈ ഏരിയ ഫുള്ള് റിക്ഷേൻ്റെ ഏരിയ കേട്ടോ. ഇത് ഫുള്ള് റിക്ഷേൻ്റെ ഏരിയ ആണ്. ഫുള്ള് ഓണടി ചെയ്യാൻ പറ്റില്ല. ഡൽഹിയിൽ ഒന്നും എനിക്ക് കാണാൻ പറ്റും. ഫുൾ ഓണടീനെ കൊണ്ട് കളിയാണ്. ശരിക്കും ഡൽഹിയിലെ വൈബ് പറയുകയാണെങ്കിൽ ഈ ഒരു റിക്ഷയിൽ വന്നിട്ട് നമ്മൾ കയറണം. നമ്മൾ ഹോട്ടലിലേക്ക് വന്ന വഴി ഫുള്ള് ലോക്കായിട്ട് ഇവിടെ ഫുള്ള് ട്രാഫിക് ജാം വേണ്ട, ഒന്നും പറയണ്ട. അവസാനം നമ്മൾ ഹോട്ടൽ ലെജൻഡറിയിലാണ് നമ്മൾ ബുക്ക് ചെയ്തത്. പക്ഷേ ഇവിടെ അങ്ങനെ ട്രാഫിക് ഇല്ല. ഉണ്ടോ? അറാകഷൻ റോഡിലായി സാറേ ഉള്ളത്. ഇതിൻ്റെ ഗല്ലിൻ്റെ അകത്തേക്ക് കൂടിയാണ് ഹോട്ടൽ വരുന്നുണ്ട്. ഇവിടെ കുറേ ഹോട്ടൽസ് ഉണ്ട്, ഇഷ്ടംമായ ഹോട്ടൽസ് ഉണ്ട്. होटल लेजेंडरी, कौन सा होटल लेजेंडरी ना, देख लेना. നമ്മൾ ഹോട്ടൽ ലെജൻഡറി എന്ന് പറഞ്ഞ റൂം ഇതാണ് കേട്ടോ. ചെറിയ റൂമാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വൈകുന്നേരം ഒരു ജസ്റ്റ് ഇവിടെ എത്തിയിട്ട് റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് എടുത്ത റൂമാണ്. ഇവിടെ നമ്മൾ ഇതാണ് ബാത്റൂം. ഇവിടെ കുഴപ്പമില്ലാത്ത റൂം. അപ്പോൾ ഇവിടുന്ന് വൈകുന്നേരം നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് മണാലി കാശ്മീരി കയറ്റി മണാലി ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് മണാലിയിലേക്ക് പോകും. അതാണ് പരിപാടി. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കേരള ഹൗസ് സ്മൃതി ക്യാൻറ്റീൻ എന്ന് പറഞ്ഞ നമ്മളെ പിണറായി വിജയൻ്റെ ഉള്ള കേരള ഹൗസ് ഇവിടെയുണ്ട്. അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് കിട്ടുന്നൊരു സ്ഥലമുണ്ട്. നമ്മളെ ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് ഡിസ്റ്റൻസിൽ നമ്മൾ അടുത്ത ഊബർ വിളിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ഊബർ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ന്യൂഡൽഹീൻ്റെ വലിയ ബോർഡെല്ലാം കാണുന്നുണ്ട്.
ഏകദേശം ഇപ്പോൾ ഒരു 1:30 തന്നെ നല്ല തണുപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ 20 ഡിഗ്രി സെൽഷ്യസിലാണ് നിൽക്കുന്നത്. ഓട്ടോയിലൂടെ അവൈലബിൾ ആണ്. പക്ഷേ ഞാനിപ്പോൾ ഉബർ വെച്ചിട്ടാണ് ഫുള്ള് ഡൽഹി ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല അടിപൊളി നമുക്ക് കേരള മെസ്സിൽ പോയി കഴിഞ്ഞാൽ കേരള ഹൗസ് ക്യാൻറ്റീൻ സ്മൃതി ക്യാൻറ്റീനിൽ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നല്ല ചോറ് കിട്ടും. ചോറും കറിയുന്ന നല്ല പരിപാടിയാണ്. വീണ്ടും നമ്മൾ പുറത്തിറങ്ങിയിരിക്കണം. ഡൽഹി എക്സ്പ്രസ് അങ്ങനെ ഇറങ്ങില്ല. അങ്ങനെ ഇപ്പോൾ ഈ കാറിനുള്ളതുകൊണ്ട് അങ്ങനെ തണുപ്പൊന്നുമില്ല. പുറത്ത് നല്ല തണുപ്പുണ്ട്. നല്ല കുറേ ഓട്ടോ എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഉബറിൽ നിന്ന് തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നല്ല സുഖമായിട്ട് വീഡിയോ എടുക്കാം. പുറത്തുള്ള ലോക്കൽ കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഫുഡ് കോർട്ടല്ല ഫുട്പാത്തിലെല്ലാം ഒരുപാട് ചെറിയ ദൈവങ്ങളെല്ലാം പിന്നെ എന്നിട്ടോ പ്രതിമകളെല്ലാം വെച്ച് വിൽക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളി. ഇനി ഉച്ചക്കത്തെ ഫുഡ് നമുക്ക് നോക്കാം. വൈകുന്നേരമാണ് നമ്മുടെ ബസ് വരുന്നത്. ഏകദേശം 8:20 നമ്മുടെ ISBT കാശ്മീരി ഗേറ്റിലാണ് ബസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്മൃതി ക്യാൻറ്റീൻ എത്തിയിട്ട് അടുത്ത കാഴ്ച കാണിക്കാം. ഈ വലിയ ബോർഡ് വെച്ച് നമ്മളെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇതാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ. സ്ട്രീറ്റിലെല്ലാം നമുക്ക് ഒരുപാട് ഫുഡും മറ്റുള്ള റിക്ഷകളും ഓട്ടോറിക്ഷകളും ഒന്നും പറയണ്ട, ഒരു രക്ഷയില്ല. പുറത്തിറങ്ങി വീണ്ടും ഉള്ള ഓണടിച്ച് ഒരു രക്ഷയില്ലാത്ത കളികളാണ്. ഡൽഹി എൻ്റെ ശരിയായ അവസ്ഥയിലാണ്. ഫുള്ള് ബ്ലോക്കാക്കിയാണ്. ഇതൊന്ന് ഊബറൊന്നുമില്ല, പ്രൈവറ്റ് ബസ് ഇതെന്നോട്ടല്ല, പ്രൈവറ്റ് കാറാണെന്നുണ്ട്. സർദാർജി നോക്കിയിട്ട് സർദാർജി ഉണ്ട്. ഇവിടെ കൊണ്ട് ബോർഡ് ചെയ്തിട്ടുണ്ട് കേരള ഹൗസ് സ്മൃതി സ്റ്റാഫ് ക്യാൻറ്റീൻ. ബ്രേക്ക്ഫാസ്റ്റ് 8 മുതൽ 10 മണി വരെ, ലഞ്ച് 12:30 മുതൽ 3, ഡിന്നർ 7 മുതൽ 9 വരെ. എൻട്രി ഗേറ്റ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം. ഇതാണ് സ്ഥലം. എവിടെയാണ് സ്ഥലം? ഇവിടെ നമ്മളെ വിജയമാമൻ്റെ ബോർഡെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ക്യാൻറ്റീൻ്റെ സ്ഥലത്തെത്തി. നല്ല തിരക്കുണ്ടെന്നുണ്ട്. നമുക്ക് നോക്കി പോയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇത് ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ 3 വെജ് മീൽസും ഫിഷ് ഫ്രൈയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺ കിട്ടും. അതനുസരിച്ചിട്ടാണ് ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റുമോ. ഇവിടെ ഒരുപാട് ക്യൂ ഉണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതാണ് കേരള ഹൗസ് സ്റ്റാഫ് ക്യാൻറ്റീൻ സ്മൃതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബോർഡ് കണ്ടോ, നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ബാ, നമ്മളിപ്പോൾ കേരള ഹൗസിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഫുഡിനിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഭക്ഷണമെല്ലാം പാർസലായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ബിരിയാണി ആവുന്നുണ്ട്. ബിരിയാണി പാർസലായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫുഡിന് വേണ്ടി ഇങ്ങനെ ക്യൂ നിന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് സ്മൃതി ക്യാൻറ്റീൻ്റെ അകത്തുള്ള കാഴ്ച. 230 നമ്മുടെ ടോക്കൺ നമ്മൾ വിളിച്ചത്. അതിനുശേഷം നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ്. പെട്ടെന്ന് പോകുന്നുണ്ട്. ഞാൻ വെച്ച് കുറേ നേരം വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. പക്ഷേ അധികം വെയിറ്റ് ചെയ്തില്ല. ഒരു 20 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഫുഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വരുമോ നോക്കാം. കേരള ഹൗസ്. ഇത് നിങ്ങൾ ന്യൂഡൽഹി വരുമ്പോൾ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ. ഇത്രയും ആൾക്കാർ ക്യൂ ഉണ്ടായിട്ടും വളരെ സിമ്പിളായിട്ടാണ് അവർ മാനേജ് ചെയ്യുന്നത്. എന്തായാലും എന്താ മോനെ, സൂപ്പർ സെറ്റപ്പ് അല്ലേ. ഭക്ഷണം കഴിക്കണ മലയാളികൾ മാത്രമല്ല, പല സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ റൈസ്, പപ്പടം. ഒഴിച്ചോളൂ. സാമ്പാറുണ്ട്, പപ്പടമുണ്ട്, എന്തോ വറവ്, ഉരുളക്കിഴങ്ങ്, ചമ്മന്തിയിലുണ്ട് കേട്ടോ. അടിപൊളി സംഭവം പൊളിച്ച്. നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടോ. ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ISBT കാശ്മീരി ഗേറ്റിൽ മണാലി ബസ് കയറാൻ പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ അവിടുത്തെ പോകുന്ന വഴിക്കുള്ള റോഡിലെ തെരുവിലെ കാഴ്ചയാണ്. എൻ്റെ മോനെ പശു, എന്തൊക്കെ സാധനങ്ങളാണ്. ഫുള്ള് ട്രാഫിക് കൊണ്ട് കളിയാണ് ഇടുന്നത്. ദില്ലി ഈ സാധനത്തിൻ്റെ പേരെന്താ പറയുക? ഈ ഇതുപോലത്തെ റിക്ഷയല്ലത് അല്ലേ? റിക്ഷേൻ്റെ കളി തന്നെ നോക്കിയിട്ട്. ഇത്രയും റിക്ഷകൾ. നമ്മളിപ്പോൾ ISBT കാശ്മീരി ഗേറ്റിലെത്തി കേട്ടോ. ഇവിടെയാണ് ഈ സ്ഥലം, ഒന്നും പറയണ്ട. മണാലിയിലേക്കും ഷിംലയിലേക്കും പല സ്ഥലങ്ങളിലേക്കും പോകുന്ന ബസ്സുകൾ പോകുന്ന സ്ഥലമാണിത് കേട്ടോ. അപ്പോൾ നമ്മുടെ രാംദലാലിൻ്റെ വണ്ടിയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. നമ്മുടെ വണ്ടി 8:30 ഉള്ളത്. ഞാൻ ജസ്റ്റ് കാണിച്ചല്ലോ ഇവിടുത്തെ ബസ്സിൻ്റെ സ്ഥലം. എല്ലാം വോൾവോ ബസ്സുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ.
അപ്പോൾ നമ്മൾ ഇതാണ് തന്മ. എന്താണ് തണുക്കുന്നില്ല തന്മ? തണുക്കുന്നുണ്ടോ? പറയടാ. നമ്മൾ ലഗേജിലവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 1 മുതൽ 10 വരെ പ്ലാറ്റ്ഫോമിൽ മണാലിയിലേക്കുള്ള ബസ്സുകൾ നമുക്കിടുന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ബസ് കയറി കിട്ടണം. രാംദലാലിൻ്റെ മണാലിയിലേക്ക് പോകുന്ന ബസ് കയറിയിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ബസ്.